എല്ലാവർക്കും നമസ്കാരം. തലവനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ജിസ് ജോയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്നലെ വരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ആ ജിസ് ജോയുടെ ആ ഒരു പാറ്റേൺ പരിപാടിയൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മെയ്ലീഗോയാണ്. മെയ്ലീഗോ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ അടുത്താണെങ്കിൽ നമ്മുടെ കടുവയിൽ മെയ്ലീഗോ ആയിരുന്നു. അതുപോലെ തന്നെ അയ്യപ്പനും ഘോഷിക്കാത്തുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഡ്രൈവിംഗ് ലൈസൻസിൽ മെയ്ലീഗോ ആയിരുന്നു. അപ്പോൾ മെയ്ലീഗോ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഹിറ്റായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ മെയ്ലീഗോ പരിപാടി. മെയ്ലീഗോയുടെ കൂടെ തന്നെ ഒരു പോലീസ് ഓഫീസർ എപ്പോഴും കാണും നമ്മുടെ ആ സിനിമകൾ. അയ്യപ്പനും ഘോഷിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ സിനിമയിലാണെങ്കിലും ഒക്കെ ഉണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ടും പോലീസ് ഓഫീസേഴ്സാണ്. അങ്ങനെ വന്നിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ അന്വേഷിപ്പിക്കും കണ്ടെത്തുന്നതിൻ്റെ അകത്ത് അങ്ങനെ ഒരു മെയ്ലീഗോ പരിപാടി വർക്കൗട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വേൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലും അങ്ങനെ ഒരു സംഭവം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കൊലപാതകമാണ് അന്വേഷണ വിധേയമാകുന്നത്. ഈ കൊലപാതകം രണ്ട് ഓഫീസേഴ്സും കൂടെ ഒരുമിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ രണ്ടുപേരുടെ ഈഗോ കാരണം രണ്ടും രണ്ട് വഴിക്ക് തിരിയാണ്. ആൻഡ് നമ്മുടെ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു പോലീസ് ഓഫീസറാണ്. ആസിഫ് അലി ആണെങ്കിൽ ഏതാണ്ട് 1.5 വർഷമായിട്ടുള്ള ജോലിയായിട്ട് 5 ട്രാൻസ്ഫറും കിട്ടിയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. സിനിമയുടെ ട്രെയിലറിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൊരു മെയിൻ ഹിന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും രണ്ട് വഴിക്ക് അന്വേഷിക്കുമ്പോൾ നമ്മുടെ ബിജു മേനോൻ അന്വേഷിക്കുന്ന വഴിയിൽ വലിയ തടസ്സങ്ങളുണ്ടാവും. പുള്ളി കണ്ടുപിടിച്ച പരിപാടികളൊക്കെ തിരിച്ചടിക്കുന്ന രീതിയിലുള്ള സീനുകൾ നമുക്ക് ട്രെയിലറിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു അന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കിയ ശേഷം തെളിവുകളെല്ലാം തിരിച്ചടിക്കുന്ന പരിപാടി. നമ്മൾ ഈ ഗരുഡനിൽ ഇതേ സ്ക്രീൻ പ്ലേ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ആ ട്രെയിലറിൽ നിന്നും ഈ സെയിം സ്ക്രീൻ പ്ലേ ആണ് മനസ്സിലേക്ക് ഓടി വന്നിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നാളെ കാണാം. ഏതായാലും ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇതിൻ്റെ കട്ട്സും ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെയാണ് നമുക്കൊരു പ്രതീക്ഷ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമയിൽ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിജു മേനോൻ ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും അവരുടെ കോംബോ ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. കൂമനിൽ നമ്മൾ ആസിഫ് അലിയെ കണ്ടതാണ്. അതൊന്നും ഇതുവരെ മറക്കാൻ പറ്റില്ല ആ ഒരു തിയേറ്റർ അനുഭവം. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ട്രെയിലറാണ് കേട്ടോ അതിലും മെയിനായിട്ട് നിൽക്കുന്നത്. അത് ട്രെയിലർ കട്ട്സ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് രസമുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നല്ലൊരു സിനിമ ആകണം എന്ന് ആഗ്രഹമുള്ളൊരു സിനിമ കൂടിയാണ് ഈ തലവൻ എന്ന് പറഞ്ഞ സിനിമ. ആൻഡ് ടർബോ ഇതിൻ്റെ കൂടെ ഓടുന്നു, അതുപോലെ തന്നെ ഗുരുവായൂരമ്പ് നടയിലിൻ്റെ കൂടെ ഓടുന്നു. എല്ലാം കൂടെ അടിപൊളിയായിട്ട് ഓടട്ടെ എന്നൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ ആരൊക്കെ തലവന് വേണ്ടി വെയിറ്റിംഗ് ആണെന്നൊക്കെ കമൻറ്റിൽ പറയുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.